ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി. എന്റെ മരണത്തിന് ഉത്തരവാദി അവനായിരിക്കും, ദീപക്. ഞാൻ പറയുന്നത് കേക്ക്. രാജു സാറേ, ഒന്നവിടെ നിന്നേ. എന്താ ദീപക്? അല്ല, അങ്ങനെ കളി അങ്ങ് അവസാനിച്ചു, നീ കളിന്ന് പുറത്തുപോയി. ഇനിയിപ്പോ ഈ ദീപകിന്റെ സമയല്ലേ? സമയം? ദീപകിന്റെ എന്ത് സമയം? എടാ, ഋതികയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതിപ്പോ നീയല്ല, നിന്നെ പോലെ 10 എന്റെ മുന്നിൽ വന്ന് നിന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എല്ലാ പ്രതിസന്ധികളെയും ഈ ദീപക് മറികടന്നിരിക്കും. നീ എന്താന്ന് വെച്ചാ ചെയ്യ. ഏയ്, നിക്കടാ അവിടെ. നിന്നോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ, അത് മുഴുവനൊന്ന് കേക്ക്. വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നീ മാറിയിക്ക്. ഇല്ല രാജു, നീ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്ക് നിന്നോട് പറയാനുള്ളത് നിനക്കൊരു ഉപദേശമായിട്ടും എടുക്കാം, ഭീഷണിയായിട്ടും എടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഋതികയുടെ പുറകെയുള്ള നിന്റെ നടപ്പ്, അതായത് ഋതിക മാഡമാണ്, ഋതിക മാലാഖയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിന്റെ ഒലിപ്പിച്ചുകൊണ്ടുള്ള നടപ്പ് നിർത്തിക്കോണം. ഇനി മേല ഋതികയുടെ പിന്നാലെ നീ നടക്കരുത്. എല്ലാം കഴിഞ്ഞു, താലി കെട്ടിയെന്ന നാടകവും കഴിഞ്ഞു. അപ്പോ അതുകൊണ്ടങ്ങ് നിർത്തിക്കോണം. പിന്നെ അമ്മാവിന്റെ കാര്യങ്ങള് അത് നീ നോക്കിക്കോ, അതിന് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം നിങ്ങൾ മറ്റേ അടയും ചക്കരയൊക്കെ ആണല്ലോ. ഋതികയുടെ കാര്യത്തില് അത് വേണ്ട. എടാ, അവളുടെ കല്യാണം കഴിഞ്ഞ എന്താ ഉണ്ടാൻ പോകുന്നറിയോ? ഞാൻ അവളെ എന്റെ കയ്യിലിട്ട് ഞെരിക്കും. എന്താടാ, നിനക്ക് ഫീലായോ? നിനക്ക് ഫീലായെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചുനാള് അവള് നിന്റെ ആയിരുന്നല്ലോ, വീട്ടിൽ കൊണ്ടുപോയി നീ നിന്റെ ഇഷ്ടത്തിന് നിർത്തിയല്ലോ. അപ്പൊ നിനക്കങ്ങ് ഫീലാവും. ദീപകിന്റെ പോളിസി ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് സാധനങ്ങള് ഉപയോഗിക്കില്ലെന്ന്. സാരമില്ല, സംഗതി ഋതിക സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എനിക്ക് അവളെ തലയിൽ ചുമന്നല്ലേ പറ്റൂ. അമ്മാവന്റെ സ്വത്തുക്കൾ എങ്കിലല്ലേ എന്റെ കയ്യിലേക്ക് വരൂ. ദീപകേ, നിന്റെ നാവിന് ലൈസൻസ് ഇല്ലെന്നും നിന്റെ തലയ്ക്കകത്ത് ദുഷിപ്പാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം ഋതിക മേഡത്തെ കുറിച്ച് നീ ഇത്രയും മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും നിന്റെ കർണക്കുട്ടി ഞാൻ അടിച്ചു പുകയ്ക്കാതെ. പക്ഷേ എന്തിനും ഏതിനും ഒരു പരിധിയുണ്ട്. എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. ആഹാ, നീ ചാർജ് ആയാലോടാ. ഇങ്ങനെ നീ ചാർജായി നിൽക്കണം, എങ്കിലേ എനിക്ക് മുൻപോട്ട് കളിക്കാൻ ഒരു ഹരം ഉണ്ടാവും. വേണ്ട ദീപകേ, വെറുതെ നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, നിർത്താം. പക്ഷേ എന്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരണം. എടാ, നീ ഇങ്ങനെ അമ്മാവന്റെ മുമ്പിൽ ഉത്തമം ചമയുമ്പോഴും നിന്റെ യജമാന്റെ മകളോടുള്ള ആത്മാർത്ഥമായ ദിവ്യമായ കളങ്കമില്ലാത്ത വികാരത്തെക്കുറിച്ച് പറയുമ്പോഴും നിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് അവളോട് ഒരു തരി പ്രണയമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ രാജു, ഉള്ളതല്ലേ? ദീപകേ, നീ വെറുതെ അനാവശ്യം പറയരുത്. നിനക്ക് അവളോട് പ്രണയം വേണോടാ രാജു? നീ അവളെ പ്രണയിക്കണം. എന്നിട്ട് ഉള്ളം കയ്യില് അവൾ ഉണ്ടായിരുന്നിട്ടും അവളെ നഷ്ടപ്പെടുത്തിയല്ലോന്ന് ഓർത്ത് ഓരോ നിമിഷവും നിന്റെ ഹൃദയം കിടന്ന് പിടയ്ക്കണം. എന്റെ ആട്ടും തുപ്പും ചവിട്ടും മേടിച്ച് ഋതിക എന്റെ ബെഡ്റൂമിലിരുന്ന് കരയുമ്പോ നിനക്ക് പൊള്ളണം.
ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു ദീപക്കെ? അത് നിനക്ക് അറിയില്ല അല്ലേ രാജു? ഇതിന്റെ അകത്ത് അങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലടാ. വാശിയാ, എനിക്ക് ജയിക്കണം എന്നുള്ള വാശി. ജയിച്ചു കഴിയുമ്പോ സർവ്വതും തകർക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം. നിന്റെ മുൻപിൽ ഋതിക വന്ന് കരയും. കരഞ്ഞ് കരഞ്ഞ് കണ്ണീരിന് പകരം അവളുടെ കണ്ണിൽ നിന്ന് ചോര വരും. ഇതൊക്കെ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാനേ നിനക്കിനി പറ്റൂ രാജു. അവളെ ഓരോ തവണ നോവിക്കുമ്പോഴും നീ ഓർക്കണം, ഞാൻ അവളെ വേദനിപ്പിക്കുന്നത് നിനക്ക് കൊള്ളാൻ വേണ്ടിയാണെന്ന്. ഇപ്പൊ നീ ശരിക്കും ഹാപ്പി അല്ലേ? ഇനി നീ പൊയ്ക്കോ. ഹലോ രാജുവേട്ടാ, ആ പറയേ. ഋതിക മാഡവും ദീപക്കുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചോ? ഇത് നീ എങ്ങനെ അറിഞ്ഞു? അപ്പൊ കേട്ടത് സത്യമാണല്ലേ? രാജുവേട്ടനും ഋതിക മാഡവും പറഞ്ഞ പ്രതീക്ഷകളൊന്നും ഇനി എന്റെ ജീവിതത്തില് വേണ്ട അല്ലേ? നീ ഇതെന്തൊക്കെയാ പറയുന്ന? ഇനി പറയാൻ ഇതിൽ കൂടുതൽ ഒന്നുമില്ല രാജുവേട്ട. എന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യായി. എന്റെ മരണത്തിന് ഉത്തരവാദി അവനായിരിക്കും, ദീപക്. ഞാൻ പറയുന്നത് കേക്ക്. ഇവനിതെങ്ങോട്ട് അല്ല തീ പിടിച്ച പോലെ. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. ഇതൊന്നും പോരാ, ഋതികയുമായുള്ള എന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ. അവിടെ നരകം എന്താണെന്ന് ഞാൻ അറിയിക്കും. ദിവ്യ, അന്നത്തെ പോലെ അബദ്ധമൊന്നും കാണിക്കരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും രാജുവേട്ട? ദീപക് സാറ് ഋതിക മാഡത്തിനെ വിവാഹം കഴിച്ച പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്റെ കുഞ്ഞിന് അറിവ് വെച്ച് വരുമ്പോ അവന്റെ അച്ഛൻ ആരാണെന്ന് അവൻ ചോദിച്ചാ ഞാൻ എന്ത് പറയും? മറ്റുള്ളവരുടെ മുന്നില് ഒരു പാപിയായി മരണം വരെ ഞാൻ ജീവിക്കേണ്ടി വരില്ലേ? തെറ്റ് ചെയ്യാത്തവരാരാ ഉള്ളത് ദിവ്യേ? അപ്പൊ അവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ ഈ ലോകത്ത് ആരെങ്കിലും അവശേഷിക്കോ? ദിവ്യക്ക് പറ്റിയൊരു തെറ്റിന് ആത്മഹത്യയല്ല പരിഹാരം. നമ്മൾ ഫൈറ്റ് ചെയ്യണം ദിവ്യേ. നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മളെ ദ്രോഹിച്ചവരുടെ മുമ്പില് അന്തസ്സോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഉപദേശിക്കാൻ കൊള്ളാം രാജുവേട്ട. നമുക്കൊരു ദുരനുഭവം വരുമ്പോഴേ അതിന്റെ വേദന എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റൂ.